വസിക്കുവാനൊപ്പമായി ഒന്നായി തീരുവാനന്നമായി ഒരു വേള പോലും പിരിയാതിരിക്കാൻ ഒരു ചെറു തിരുവോസ്തിയായി നാഥൻ ഒരു വേള പോലും പിരിയാതിരിക്കാൻ ഒരു ചെറു തിരുവോസ്തിയായി നാഥൻ അലിയുന്ന ഒരു തുള്ളി വീഞ്ഞാൻ. ഓ എന്റെ യേശോ, നീ എന്റെ സ്നേഹം ഓർക്കുമ്പോൾ എത്ര മഹാത്മ്യം. നാഥാ, നിന്റെ ഈ ദാനം പെസഹ തന്നോർമ്മയതിൽ പുറപ്പാടിൽ മന്നയായി വിശപ്പകറ്റും ദിവ്യ ഭോജ്യമായ അകലാത്ത ആത്മീയ ശക്തിയായി സ്വർഗത്തിൻ നാഥൻ അണഞ്ഞിടുന്നു. കൂടെയാകുവാൻ ആശയുമായി. ഓ എന്റെ യേശോ, നീ എന്റെ സ്നേഹം ഓർക്കുമ്പോൾ എത്ര മഹാത്മ്യം. ഓ എന്റെ യേശോ, നീ എന്റെ സ്നേഹം ഓർക്കുമ്പോൾ എത്ര മഹാത്മ്യം. നാഥാ, നിന്റെ ഈ ദാനം പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നോടൊപ്പം വസിക്കുവാൻ അപ്പമായവൻ, എന്നോടൊന്നായി തീരുവാൻ അന്നമായി തീർന്നവൻ, ഒരു വേള പോലും പിരിയാതിരിക്കാൻ ഒരു ചെറു തിരുവോസ്തിയായി എന്നിലലിയുന്ന എൻ്റെ ദിവ്യകാരുണ്യനാഥൻ. അവൻ്റെ സ്നേഹമോർക്കുമ്പോഴൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അത്രയ്ക്ക് മാഹാത്മ്യമുള്ളതാണ് അവൻ്റെ സ്നേഹം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു അരുൾ ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. എനിക്കു വേണ്ടി മുറിഞ്ഞവനാണ് എൻ്റെ ഈശോ. എനിക്കു വേണ്ടി മാത്രമാണ് അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് നൽകിയത്. അവൻ്റെ ശരീരം, അവൻ്റെ രക്തവും എനിക്ക് ഭക്ഷണപാനീയമായി നൽകി. എൻ്റെ വീണ്ടെടുക്കാൻ വേണ്ടി മാത്രം. എൻ്റെ കുറവുകളൊന്നും നോക്കുന്നില്ല, എൻ്റെ കഴിവുകേടുകളൊന്നും നോക്കുന്നില്ല. മറിച്ച് ഞാനെന്ന മനുഷ്യനെ മാത്രം എല്ലാ കുറവുകളോടും
കഴിവുകേടുകളോടും കഴിവുകളോടും കൂടെ എന്നെ ചേർത്തു പിടിക്കുന്ന ഒരേ ഒരുവൻ എൻ്റെ ഈശോ മാത്രമാണ്. ആ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും കൃതജ്ഞതയും നന്ദിയും സമർപ്പിക്കാം. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം എന്നെ കൂടെ കൂട്ടി എൻ്റെ കുറവുകളെ പരിഹരിച്ച് എനിക്ക് വേണ്ടതെല്ലാം നൽകി എന്നെ മുന്നോട്ട് നയിക്കുന്ന വലിയൊരു ബലമായി എൻ്റെ കൂടെയുള്ളവനാണ് എൻ്റെ ഈശോ. ഞാൻ എത്ര പണ്ടേ തകർന്നു പോയാനേ, എത്ര പണ്ടേ ഒന്നുമില്ലാതായി പോയാനേ, പക്ഷേ ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കൊരു തകർച്ചയും തളർച്ചയും ഉണ്ടായില്ല. എന്നെപ്പോഴും ചേർത്തു പിടിക്കുന്ന ഒരു വലിയ സാന്നിധ്യമായി എൻ്റെ കൂടെ ഈശോ ഉണ്ടായിരുന്നു. വിശുദ്ധ കുർബാന എനിക്കു വേണ്ടിയാണ് സ്ഥാപിച്ചത്. വിശുദ്ധ കുർബാനയിൽ ഓരോ ദിവസവും എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് എന്നെ മുഴുവനായും സ്വീകരിച്ചുകൊണ്ട് എന്നെ ബലപ്പെടുത്തുന്ന ഒരു ശക്തിയായി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ശിഷ്യന്മാരെ പോലെ ഞാനും ഒരു വേള പറയുന്നു, ഞങ്ങളെ വിട്ടുപോകരുത്, ഞങ്ങളോടൊത്തു വസിച്ചാലും. ഞങ്ങൾക്കെപ്പോഴും നിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്, നിൻ്റെ ബലം ആവശ്യമാണ്. നീ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ, നിൻ്റെ സാന്നിധ്യമില്ലാതെയാകുമ്പോൾ തളർന്നു പോകുന്നു, തകർന്നു പോകുന്നു, മറ്റുള്ളവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, വീണിട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ പോകുന്നു. ഈശോയെ, ഞങ്ങളോട് കൂടെ വസിച്ചാലും കൂടുതൽ ധൈര്യത്തോടുകൂടി നിന്നെ പ്രഘോഷിക്കാൻ, നീ പകർന്നു തന്ന ഈ ജീവിതം മാഹാത്മ്യം നിറഞ്ഞതാണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് നിൻ്റെ സാന്നിധ്യം വേണം. ജീവനെനിക്കായി നീ അർപ്പിച്ചതും നിന്മേനിയപ്പമായി ഭാഗിച്ചതും വിസ്മരിക്കാനെനിക്കാവതില്ല. വിസ്മയമല്ലയോ നിൻ കാരുണ്യം, വിസ്മരിക്കാനെനിക്കാവതില്ല. വിസ്മയമല്ലയോ നിൻ കാരുണ്യം. നന്ദി ചൊല്ലിയിടും, നന്ദി ചൊല്ലിയിടും, നന്ദി ചൊല്ലിയിടും ഞാനാവതോളം. ജീവനെനിക്കായി നീ അർപ്പിച്ചതും നിന്മേനിയപ്പമായി ഭാഗിച്ചതും വിസ്മരിക്കാനെനിക്കാവതില്ല. വിസ്മയമല്ലയോ നിൻ കാരുണ്യം. അമ്മയ്ക്കു കുഞ്ഞിനോടെന്ന പോലെ അത്രയ്ക്കു സ്നേഹവായ്പോടെയല്ലേ ചങ്കോടു ചേർത്തല്ലേ
ജീവനല്ലേ നീ എനിക്കായി ചങ്കിലെ ചോരയും വാർത്തു നൽകി. ജീവനെനിക്കായി നീ അർപ്പിച്ചതും നിന്മേനിയപ്പമായി ഭാഗിച്ചതും വിസ്മരിക്കാനെനിക്കാവതില്ല. വിസ്മയമല്ലയോ നിൻ കാരുണ്യം, വിസ്മരിക്കാനെനിക്കാവതില്ല. വിസ്മയമല്ലയോ നിൻ കാരുണ്യം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളിൽ നാം മർത്തായെയും മറിയത്തെയും കാണുന്നുണ്ട്. അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. നാമും ചിലപ്പോൾ ഈ മർത്തായെ പോലെയാണ്. തിരക്കുപിടിച്ച ജീവിതം, ആകുലപ്പെടുന്ന ജീവിതം, പരാതിപ്പെടുന്ന ജീവിതം, എണ്ണി എണ്ണി പറയുന്ന ജീവിതം. നാം ചെയ്യുന്നതെല്ലാം വിളിച്ചു പറഞ്ഞ് അതിൻ്റെ മഹിമ കെടുത്തിക്കളയുന്നവരാണ്. നാം പലർക്കും പല ഉപകാരങ്ങളും ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്. പക്ഷേ അതൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അതിൻ്റെ വില കെടുത്തിക്കളയുന്നവർ കൂടിയാണ് നാം. പക്ഷേ ഈശോ ഒരിക്കൽ പോലും നമ്മളോട് കാരുണ്യം കാണിച്ചത് വിളിച്ചു പറയുന്നില്ല. മറിച്ച് അവൻ തന്നെ വെറുമയാക്കി, തന്നെ ശൂന്യനാക്കി എല്ലാം നമുക്ക് വിളമ്പിത്തരികയാണ് ചെയ്തത്. അന്തിമവിധിയിൽ നാം കേട്ടിട്ടില്ലേ, വലതുഭാഗത്ത് നിൽക്കുന്നവരോട് അവൻ പറയുകയാണ്, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു. നിങ്ങൾ സൃഷ്ടിപരമായി ഇടപെട്ടു. അപ്പോൾ വലതുഭാഗത്ത് നിൽക്കുന്നവർ പറയുന്ന വാക്കാണ് നാം നന്നായി ചങ്കോട് ചേർത്ത് പിടിക്കേണ്ടത്. അവർ പറഞ്ഞ വാക്കിങ്ങനെയാണ്, എപ്പോഴാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്? എപ്പോഴാണ് ഞങ്ങൾ വിശക്കുമ്പോൾ നിനക്ക് ഭക്ഷണം നൽകിയത്? നഗ്നനായിരുന്നപ്പോൾ നിന്നെ ഉടുപ്പിച്ചത്? അത്രയും മറന്നു പോകേണ്ട കാര്യങ്ങളാണ് ജീവിതത്തിൽ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ. നമ്മളാകട്ടെ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കണക്ക് സൂക്ഷിക്കാത്തവനാണ് എൻ്റെ ഈശോ. പാപം ചെയ്ത് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഒരു ഇടയനെ പോലെ, ആടിനെ തേടുന്ന ഇടയനെ പോലെ നമ്മെ തേടി വരുന്നവനാണ്. അല്ലെങ്കിൽ ധൂർത്തപുത്രൻ തിരിച്ചു വരുന്നതും കാത്ത് അകലങ്ങളിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഒരു പിതാവിനെ പോലെയാണ് അവിടുന്ന്. അവൻ ചെയ്തതൊന്നും പിന്നെ അവൻ ഓർക്കുന്നില്ല. ഒരുപാട് കുറവുകൾ സംഭവിച്ചു പോയി എന്നൊക്കെ ഏറ്റു പറയുമ്പോൾ അതൊന്നും മുഖവലിക്കെടുക്കാതെ അവനെ തന്നോട് ചേർത്തു പിടിക്കുന്ന ആ ഒരു നല്ല പിതാവിൻ്റെ ചിത്രം. അങ്ങനെ എത്ര അനുഭവങ്ങളാണ്. നാം മനസ്തപിച്ച് ആ കുമ്പസാരക്കൂട്ടിലേക്ക് അടുക്കുമ്പോൾ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടുന്ന് നമ്മെ ചേർത്ത് പിടിക്കുന്നു.
കാരുണ്യമായി മാത്രം അവൻ മാറുന്നു. ഞാനും നിങ്ങളും ഈ ഈശോയുടെ മകനും മകളുമാണെങ്കിൽ നാം ചെയ്തതിൻ്റെ മാഹാത്മ്യം വിളിച്ചു പറയുന്നവരാകാതെ ഞാൻ എൻ്റെ കടമ നിർവഹിച്ചതേയുള്ളൂ, ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ് എന്ന് ഏറ്റുപറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഈശോയെപ്പോലെ, ഈ വിശുദ്ധ കുർബാനയെപ്പോലെ നാമും മുറിഞ്ഞില്ലാതായിട്ട് തീരണം. ഈശോ പറഞ്ഞതുപോലെ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ്റെ കാൽപാദത്തിലിരുന്ന് അവൻ്റെ വചനങ്ങളെ ശ്രദ്ധിച്ച് അവൻ പറയുന്നത് ധ്യാനിച്ച് അതുപോലെ ജീവിക്കാൻ നമുക്കാകണം. അപ്പോൾ നാമും ഓരോ വിശുദ്ധ കുർബാനയായിട്ട് മാറും. നാമും ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു നല്ല സൃഷ്ടിയായിട്ട് തീരും. ഇനി നമ്മുടെ യാത്രകളെല്ലാം കുരിശിലേക്കാണ്, അവിടുത്തെ തിരുഹിതം നിറവേറ്റാനാണ്. ഈശോ ദൈവത്തിൻ്റെ ഹിതത്തെ കുരിശോട് ചേർത്ത് വച്ചതുപോലെ, തിരുഭോജ്യമായി നമ്മുടെ കൂടെ വസിക്കുന്നതുപോലെ നമുക്കും ഈശോ കാണിച്ചു തന്ന മാതൃക ദൈവത്തിൻ്റെ ഹിതത്തെ മുറുകെ പിടിക്കാൻ, ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കാൻ, അങ്ങനെ ഈ ലോകജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നടപ്പിൽ വരുത്താൻ നമ്മെ ക്ഷണിക്കുകയാണ് ഈ വിശുദ്ധ കുർബാന. ഇതുവരെ ആരും നൽകാത്ത സ്നേഹം നൽകിയവനാണ് എൻ്റെ ഈശോ. ഇതുവരെ ആരും നൽകാത്ത കാരുണ്യം അതിലാവണ്യമോടെ നൽകിയവനാണ് എൻ്റെ ഈശോ. മർത്യൻ്റെ പാദത്തിൽ മുഖമമർത്തി ദാസൻ്റെ രൂപമാർന്നവനാണ് എൻ്റെ ഈശോ. ഇതിലേറെ എന്തു നൽകാനാണ്? ആ സ്നേഹത്തെ നമുക്ക് വാനോളം വാഴ്ത്തിപ്പാടാം. ഇതുവരെ ആരും നൽകാത്ത സ്നേഹം മിഴിവോടെയേകി, ഇതുവരെ ആരും നൽകാത്ത കാരുണ്യം അതിലാവണ്യമോടേകി. മർത്യന്റെ പാദത്തിൽ മുഖമമർത്തി ദാസന്റെ രൂപമാർന്നീശു. മർത്യന്റെ പാദത്തിൽ മുഖമമർത്തി ദാസന്റെ രൂപമാർന്നീശോ. ഇതിലേറെ എന്തു നീ നൽകും എനിക്കായി? ഇതിലേറെ എന്തു നീ നൽകും എനിക്കായി? കുരിശിലേക്കായി പരമപിതാവിൻ്റെ തിരുഹിതം നിറവേറ്റിടാൻ ഇനി എൻ്റെ യാത്രയോ കുരിശിലേക്കായി.
പരമപിതാവിൻ്റെ തിരുഹിതം നിറവേറ്റിടാൻ തിരുരഹസ്യങ്ങളെ കുരിശോടു ചേർത്തെന്നും തിരുഭോജ്യമായി നീ കൂടെയില്ലേ. തിരുരഹസ്യങ്ങളെ കുരിശോടു ചേർത്തെന്നും തിരുഭോജ്യമായി നീ കൂടെയില്ലേ. ഇതുവരെ ആരും നൽകാത്ത സ്നേഹം മിഴിവോടെയേകി. ഇതുവരെ ആരും നൽകാത്ത കാരുണ്യം അതിലാവണ്യമോടേകി. മർത്യന്റെ പാദത്തിൽ മുഖമമർത്തി ദാസന്റെ രൂപമാർന്നീശോ. മർത്യന്റെ പാദത്തിൽ മുഖമമർത്തി ദാസന്റെ രൂപമാർന്നീശോ. ഇതിലേറെ എന്തു നീ നൽകും?